ഹൃദയം കൊണ്ട് ഈശോയെ എന്ന് വിളിക്കുക. തോമാസ് ലീഹ വിളിച്ചതുപോലെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് എല്ലാ മക്കളും ഹൃദയം കൊണ്ട് വിളിക്കട്ടെ. പ്രാർത്ഥിക്കാൻ ഭാരപ്പെടുന്ന മക്കളുണ്ടാകാം, പ്രാർത്ഥിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം. കർത്താവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അപ്പസ്തോലന്മാര് പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. ഈശോയോട് പറ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവാണല്ലോ പ്രാർത്ഥിക്കാൻ പോലും നമ്മളെ സഹായിക്കുന്നത്. വിശ്വാസമില്ലാത്ത അവസ്ഥയാണോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ഈ ദിവ്യകാരുണ്യത്തിൽ നിനക്ക് വേണ്ടി തുടിക്കുന്ന ദൈവത്തിന്റെ സ്നേഹഹൃദയം ഇയാൾ താരയിലുണ്ടെന്ന് മോനെ നിനക്ക് വിശ്വസിക്കാൻ പറ്റണില്ലേ? അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണമേ. നിന്റെ സാന്നിധ്യം അംഗീകരിക്കാനും ഏറ്റുപറയാനും തക്ക വിധത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 27 മുതലുള്ള വചനങ്ങളിൽ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സുവിശേഷത്തിന്റെ കാതലായ ഒരു സന്ദേശമുണ്ട്. യേശുവിന്റെ ജീവിതത്തിന്റെ തന്നെ പൂർത്തീകരണമായി നിൽക്കുന്ന സന്ദേശം, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. ഇവിടെ കർത്താവിന്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു ആത്മീയ സന്ദേശമാണ്. നീ അനുഗ്രഹിക്കപ്പെടാൻ, കർത്താവിന്റെ സ്നേഹത്തിൽ മോനെ നീ വീണ്ടെടുക്കപ്പെടാൻ, അനുഗ്രഹിക്കപ്പെടാൻ കർത്താവ് വചനത്തിലൂടെ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് തിന്മയെ നന്മ കൊണ്ടാണ് അതിജീവിക്കേണ്ടത്. ആരെങ്കിലും നിന്നെ വെറുക്കുന്നുണ്ടോ? നീ എന്താ ചെയ്യണ്ടേ? സ്നേഹം കൊണ്ടാണ് അവരെ നേരിടേണ്ടത്. അല്ലാതെ വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല നേരിടേണ്ടത്. വിദ്വേഷത്തെ വിദ്വേഷം കൊണ്ടല്ല നേരിടേണ്ടത്. വൈരാഗ്യ ബുദ്ധിയെ അതുപോലെ തന്നെയല്ല നേരിടാൻ ഈശോ നമ്മളെ പഠിപ്പിച്ചത്. മറിച്ച് വെറുപ്പിനെയും വിദ്വേഷത്തെയും ഒക്കെ സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും ദയ കൊണ്ടും കരുണ കൊണ്ടും നേരിടാനല്ലേ ഈശോ നമ്മളെ പഠിപ്പിച്ചത്. അതല്ലേ യേശു കാൽവരിയുടെ നെറുകയിൽ നമുക്ക് കാണിച്ചു തന്നത്. തന്നെ വേദനിപ്പിച്ചവര് ചുറ്റും നിൽക്കുമ്പോ തന്റെ ദാടിമീശ പിടിച്ചു പറിച്ചവര് മുമ്പിലുണ്ട്, തന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയവരുണ്ട്, തന്റെ ശരീരം ഉഴവുചാൽ പോലെ ഉഴുതുമറിച്ചവരുണ്ട്. അവരൊക്കെ കൺമുമ്പിൽ നിൽക്കുമ്പോഴും താൻ അനുഭവിക്കേണ്ടി വന്ന സകല തിന്മകളും തന്റെ കൺമുമ്പിൽ നിൽക്കുന്നവരിൽ നിന്നും ഏറ്റെടുക്കേണ്ടി വന്ന സകല വിധത്തിലുള്ള പീഡകളുടെ നടുവിലും ഈശോ ആ തിന്മയെ തിന്മ കൊണ്ടല്ല നേരിട്ടത്. ഈശോ പറഞ്ഞു, അപ്പാ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ലല്ലോ, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അവിടെ ഈശോ ചെയ്തെന്നാ? പ്രാർത്ഥന കൊണ്ടാണ്. തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി കർത്താവ് ആ തിന്മയെ വീണ്ടെടുക്കാൻ, ആ തിന്മയിൽ നിന്നും വിജയം വരിക്കാൻ ഈശോ ചെയ്തത് പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തൊരു ശ്രേഷ്ഠമായ പഠനമാണ് ഈശോ നമുക്ക് തന്നത്. ഈ ലോകത്തിൽ മറ്റാരും നമ്മളെ പഠിപ്പിക്കാത്ത രീതിയിൽ ഈശോ നമ്മളെ പഠിപ്പിച്ചില്ലേ? സ്നേഹത്തിന്റെ പഠനങ്ങൾ. ശത്രുവിനെ പോലും സ്നേഹം കൊണ്ട് കീഴടക്കാനല്ലേ ഈശോ നമ്മളോട് പറഞ്ഞത്? മക്കളെ, തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ എന്ന പൗലോസ് ശ്ലീഹ പറയുന്നത്. എന്നിട്ട് തിന്മയെ നന്മ കൊണ്ട് നിങ്ങൾ കീഴടക്കുവിൻ. എന്തെല്ലാം തിന്മകളാ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, അസൂയയുടെ, അഹങ്കാരത്തിന്റെ, ഞാനെന്ന ഭാവത്തിന്റെ, സ്വാർത്ഥതയുടെ, എളിമപ്പെടാൻ പറ്റാത്ത അങ്ങനെ എത്രയേറെ തിന്മകള് നമ്മളെ ഇന്ന് ഭരിക്കുന്നുണ്ട്. എത്രമാത്രം തിന്മകൾ നമ്മളെ നിരന്തരം സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവേ, നീ ഞങ്ങളോട് പറഞ്ഞത് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കാനാണല്ലോ. ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന തിന്മയുണ്ട്. ഞങ്ങൾക്കെതിരെ അപരനാൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന തിന്മകളുണ്ട്, വേദനകളുണ്ട്, പീഡനങ്ങളുണ്ട്. കർത്താവേ, ഈ അനുഭവങ്ങളുടെയൊക്കെ നടുവിൽ നീ ഞങ്ങളോട് പറഞ്ഞത് ഒറ്റ കാര്യമാണല്ലോ, എല്ലാ തിന്മകളെയും നന്മ കൊണ്ട് കീഴടക്കുവിൻ, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുവിൻ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ പരാജയപ്പെട്ടു പോകുന്നവരാണ് ഞങ്ങള്. എത്ര പരിശ്രമിച്ചിട്ടും ഈ വിഷയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോകുന്ന ഹതഭാഗ്യരാണ് ഞങ്ങള്. ക്ഷമിക്കണമെന്നൊക്കെയുണ്ട്, പക്ഷെ പറ്റണില്ല. എൻ്റെ കൂടപ്പിറപ്പ്, എൻ്റെ വീട്ടുകാര്, എൻ്റെ കുടുംബാംഗങ്ങള് എന്നെ വേദനിപ്പിച്ചതിന്റെ ആഴമെടുക്കുമ്പോ എത്ര ക്ഷമിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് പറ്റണില്ല. എത്ര കണ്ട് വിട്ടുകളയണമെന്ന് ആഗ്രഹിക്കുന്നുവോ
അത്ര കണ്ട് എൻ്റെ മനസ്സിനെ അത് വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. കർത്താവേ, നിന്റെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ പരിശ്രമം കൊണ്ട് എനിക്ക് അസാധ്യമായി നിൽക്കുന്ന വിഷയങ്ങള് ദൈവമേ, നിന്റെ കൃപ കൊണ്ട് എനിക്ക് സാധ്യമാക്കി തരണമേ. വചനത്തിൽ നീ പറഞ്ഞില്ലേ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിനും കൃപ ലഭിച്ചവർക്കും സാധ്യമാണെന്ന്. കർത്താവേ, ഞങ്ങളെ വേദനിപ്പിച്ചവരെ തിരിച്ച് വേദനിപ്പിക്കാനുള്ള പ്രലോഭനം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു നടക്കുന്നവരെ കുറിച്ച് സമാനമായ രീതിയിൽ പ്രതികരിക്കാനും പറഞ്ഞു നടക്കാനുള്ള പ്രവണത ഞങ്ങളുടെ ഉള്ളിലുണ്ട്. പാപത്തിലേക്കുള്ള ചായ്വുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. അവരുടെ നന്മ പ്രഘോഷിക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളുടെ നാവുകളിൽ കെട്ടുകളുണ്ട്. ഈശോയെ, ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച പൊന്നു തമ്പുരാനെ, ഞങ്ങളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളോട് പറഞ്ഞ കർത്താവേ, സ്വന്തം ജീവിതം കൊണ്ട് നീ ഇതെല്ലാം കാണിച്ചു തന്നല്ലോ. പറയുക മാത്രമല്ലല്ലോ, സ്വന്തം ജീവിതം കൊണ്ട് ഈശോയെ നീ നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? നിന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി നീ കാൽവരിയുടെ നെറുകയിലും നീ പ്രാർത്ഥിച്ചില്ലേ? നിന്റെ ശത്രുക്കളെ നീ സ്നേഹിച്ചില്ലേ? കർത്താവേ, അവരോട് ക്ഷമിച്ചുകൊണ്ട് അവരുടെ ശിരസിൽ അനുതാപത്തിന്റെ തീക്കനൽ നീ കൂട്ടിയില്ലേ? കർത്താവേ, കൃപ ഞങ്ങൾക്ക് തരണമേ, ഈ ശക്തി ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ നിമിഷം എല്ലാ മക്കളും കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കർത്താവേ, ക്ഷമിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കളുണ്ടോ? മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാതെ ഭാരപ്പെടുന്നവരുണ്ടോ? ഏതെങ്കിലുമൊക്കെ ദൈവസ്നേഹത്തിന് ചേരാത്ത വിപരീത മനോഭാവങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്ന മക്കളുണ്ടോ? തിന്മയെ നിരന്തരം തിന്മ കൊണ്ട് നേരിട്ട് കൊണ്ടിരിക്കുന്ന ജീവിതങ്ങള് ഈശോയോട് പറ, കർത്താവേ, തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനുള്ള അഭിഷേകം തരണമേ. തിന്മയെ നന്മ കൊണ്ട് അതിജീവിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളിൽ കൃപ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനുഷികമായ കഴിവ് കൊണ്ട് അസാധ്യമെന്ന് തോന്നുന്ന വിഷയങ്ങളെ കൃപയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ മക്കളും കണ്ണു തുറന്ന് കർത്താവിലേക്ക് നോക്കി, കർത്താവ്, ഈ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കാമുണ്ട് പറ. എല്ലാ തിന്മകളെയും നന്മ കൊണ്ട് അതിജീവിക്കാനുള്ള ശക്തി തരാൻ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ഈശോ, പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആമേൻ. ആത്മാവാം ദൈവമേ വരണേ. ഈശോ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ